നിങ്ങളുടെ കടബാധ്യതകൾ കുറയ്ക്കാനും നിങ്ങളിലേക്ക് സമ്പത്ത് വരാനും വേണ്ടിയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ചില വാസ്തു ഫെങ്ഷുയി ടിപ്സുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യം കടബാധ്യതയ്ക്ക് കാരണമാകുന്ന വാസ്തുവിലും ഫെങ്ഷുയിലും പറയപ്പെടുന്ന രണ്ട് ദിക്കുകളെ പറ്റി മനസ്സിലാക്കാം. ഒന്ന്, തെക്കു പടിഞ്ഞാറ് എന്ന് പറയുന്ന സൗത്ത് വെസ്റ്റ് കോർണർ അഥവാ കന്നിമൂല. നിങ്ങളുടെ വീടിന്റെ ഷേപ്പില് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ വരാത്ത രീതിയിൽ തെക്കു പടിഞ്ഞാറ് എന്ന് പറയുന്ന ഭാഗം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഭാഗം നിങ്ങൾ കെട്ടിയടച്ച് എടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ജസ്റ്റ് ഞാനൊരു പ്ലാൻ കാണിച്ചു തരാം. ഇത് സൗത്ത്, ഇത് നോർത്ത്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. സൗത്ത് ഈസ്റ്റ് കോർണർ തെക്ക് കിഴക്ക്, സൗത്ത് വെസ്റ്റ് കോർണർ തെക്ക് പടിഞ്ഞാറ്, നോർത്ത് വെസ്റ്റ് കോർണർ വടക്ക് പടിഞ്ഞാറ്, നോർത്ത് ഈസ്റ്റ് കോർണർ ഈശാനകോണം. ഇപ്പം ഈ തെക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞ ഈ ഒരു മൂലയാണ് നിങ്ങൾക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത്. ഇങ്ങനെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനെ ഫുൾഫില്ല് ചെയ്തുകൊണ്ട് അവിടെ ഒരു റൂം കെട്ടി അടച്ചെടുക്കുക. ഒരു ചെറിയ ഏരിയ ആണ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ബെഡ്റൂം ആണെങ്കിൽ ഇവിടെ നിന്ന് ഒരു എക്സിറ്റ് കൊടുത്തുകൊണ്ട് ഇതിനെ ഒരു ലോക്കർ റൂമാക്കിയോ അല്ലെങ്കിൽ ഡ്രസ്സിംഗ് ഒക്കെ വയ്ക്കുന്ന ഒരു റൂമാക്കിയോ ഇതിനെ നിങ്ങൾക്ക് കൺവെർട്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും അത് ക്ലോസ്ഡ് ആയിരിക്കണം. അപ്പൊ എങ്ങനെയാണെങ്കിൽ നമ്മൾ ഓട്ട അടച്ചു എന്ന് പറയും. കാരണം അതുവഴിയാണ് നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാനുള്ള വാസ്തു കാരണം. അതിനെ നമ്മൾ ക്ലോസ് ചെയ്തെടുത്തു. ഇനി നിങ്ങളുടെ വീടിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ നിങ്ങൾക്കൊരു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നത്തിനും കടബാധ്യതയ്ക്കും കാരണമാവും. ഇതിനകത്ത് ഫുൾ ടൈം ഒരു റെഡ് ലൈറ്റ് ഇടുക, റെഡ് ലൈറ്റ്. അതല്ലെങ്കിൽ ഒരു റെഡ് ട്രയാങ്കിൾ വയ്ക്കുക. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ഈ ടോയ്ലറ്റിൽ ചെയ്യുക. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഈ രണ്ട് ദിക്കുകളെ ഞാൻ കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാസ്തുവിൽ പറയുന്നു സൗത്ത് വെസ്റ്റ് കോർണർ നമുക്ക് പൈസ തുറന്നു കിടന്നാൽ പൈസ നിൽക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ ആദ്യം നമ്മൾ അതിനെ ക്ലിയർ ചെയ്തു. ഫെങ്ഷുയിൽ പറയുന്നു സൗത്ത് ഈസ്റ്റ് കോർണർ ആണ് വെൽത്തിന്റെ ഡയറക്ഷൻ. ഇവിടെ നിങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധ്യതകൾക്കും അത് കാരണമാകുമെന്ന് പറയുന്നു. അതിനെയും നമ്മൾ പരിഹരിച്ചു. ഇനി സമ്പത്ത് വരാൻ വേണ്ടിയിട്ട് ഫെങ്ഷുയിൽ എന്ത് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്വീകരണ മുറിയുടെ, ഇതിപ്പോ നിങ്ങളുടെ വീടിന്റെ തെക്കിഴക്ക് ഭാഗത്താണ് നിങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്വീകരണ മുറി ഈ ഭാഗത്താണെന്ന് കരുതുക. ഇതിനും ഒരു തെക്കിഴക്കുണ്ടല്ലോ. ആ സ്വീകരണ മുറിയുടെ തെക്കിഴക്ക് എടുക്കുക. ആ തെക്ക് കിഴക്കിൽ ഒരു വെൽത്ത് ഷിപ്പിന്റെ സിമ്പൽ വയ്ക്കുക. ഒരു വെൽത്ത് ഷിപ്പ് വീട്ടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഈ ഒരു കോർണറിൽ കൊണ്ടുപോയി ഒരു വെൽത്ത് ഷിപ്പ് വയ്ക്കുക. അത് നിങ്ങൾക്ക് ഒരു വെൽത്ത് ഷിപ്പിന്റെ ബോർഡാകാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സിംബോളിക് ആയിട്ട് ഒരു വെൽത്ത് ഷിപ്പ് നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാം. ഒരു വെൽത്ത് ഷിപ്പ് അവിടെ വെക്കുക. അത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടായിത്തരും. നിങ്ങളുടെ വീടിന്റെ പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലക്കി ബാമ്പു പ്ലാന്റുകൾ വെക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കും. ഇനി നിങ്ങളുടെ ക്യാഷ് ബോക്സിനകത്ത് ചൈനീസ് കോയിൻ, സിട്രൻ, ഇൻഗോട്ട് എന്നിവ ഉപയോഗിക്കുക. ഇത് നിങ്ങളിലേക്ക് വെൽത്തിനെ അട്രാക്ട് ചെയ്യും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. സാമ്പത്തിക ആയിട്ടുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കാനും സമ്പത്ത് നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ടും ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. ഇനി ഫെങ്ഷുയുടെ ഈ പറഞ്ഞ ചില ടൂളുകൾ ഞാൻ കാണിച്ചു തരാം. ഇത് കുബേര കോയിൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കുബേർ കോയിൻസ് ആണ്. ഇതിനകത്ത് നിങ്ങളുടെ ക്യാഷ് ബോക്സിനകത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിലോ ഇത് സൂക്ഷിക്കുന്നത് വെൽത്തിനെ അട്രാക്ട് ചെയ്യും. ഫെങ്ഷുയിൽ ഉപയോഗിക്കുന്ന മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കോയിൻസ് ആണ്. ഇത് ബ്രാസിന്റെയും ഗോൾഡിന്റെയും കോയിൻസ് ആണ്. ഗോൾഡും കോപ്പറും കോയിൻസ് ആണ്. ഇത് നിങ്ങൾക്ക് വെൽത്ത് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് നല്ലൊരു ടൂളാണ്. അതുപോലെ ഇത് ഇൻഗോട്ടാണ്, സ്വർണ്ണക്കട്ടി എന്ന് പറയും. ഇത് സ്വർണ്ണ സമ്പാദ്യങ്ങൾക്കായിട്ട് ഫെങ്ഷുയിൽ ഉപയോഗിക്കുന്നതാണ്. ചൈനക്കാർ ഉപയോഗിച്ച് റിസൾട്ട് നേടിയിട്ടുള്ള സാധനങ്ങളാണ്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് സിട്രിന്റെ ഒരു സ്റ്റോൺ ഉണ്ട്, വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന സ്റ്റോൺ ആണ്. സിട്രിന്റെ സ്റ്റോൺ എന്ന് പറയുന്ന ഇതാണ്. ഇനി ഇതിലെ തന്നെ ഇതിന്റെ മാലകളുണ്ട്, ബ്രേസ്ലെറ്റുകളുണ്ട്. അതും വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് ഇതിന്റെ ബ്രേസ്ലെറ്റ് ആണ്, ഇത് ഇതിന്റെ മാലയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഒരു മണി ഫ്രോഗിനെയും കൂടെ വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.